നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ലോണിന്റെ ആദ്യത്തെ ഗഡു അടച്ചു തുടങ്ങാൻ സമയമാവുന്നതേ ഉള്ളൂ. ഇനി ഒരാഴ്ച കൂടി ബാക്കിയുണ്ട്. പക്ഷെ സുധിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയ സ്ഥിതിക്ക് ഇനി ആ ലോൺ അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂ? ഇതുപോലൊരു അവസരത്തിൽ പറയുന്നത് ശരിയല്ലെന്നറിയാം. പക്ഷെ ബാങ്കിന്റെ കാര്യമല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയില് ഞങ്ങൾ എന്ത് ചെയ്യും സർ? അതറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വന്നത്. ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നാലും ഇനിയിപ്പോ ഉടനെ അങ്ങ് സുധിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, സുധിയുടെ ജോലി നഷ്ടപ്പെട്ടതായി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സർ, അതൊക്കെ വെറുതെ പറയുന്നതാ. അത് മാത്രല്ല, ലോണിന്റെ ആദ്യത്തെ ഗഡു അടയ്ക്കാനുള്ള സമയമാവുന്നതല്ലേ ഉള്ളൂ. അതെ, അത് സത്യമാണ്. പക്ഷേ ബാങ്കിന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാം ചോദിച്ചറിയാൻ ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. സാറിന് എന്താ അറിയേണ്ടത്? സുധിക്ക് ഈ പണം അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നിങ്ങൾ ഈ ലോൺ അടയ്ക്കാൻ പോകുന്നത്? ഞാനൊരു വഴി പറയാം. തവണകൾ അടയ്ക്കാതെ കുടിശ്ശികയായാൽ പലിശയും കൂട്ടുപലിശയായി ലോൺ കിടന്ന് പെരുകും. അപ്പോ തുക ലോൺ എടുത്തതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആവുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ ഞാൻ പറയുന്ന ഈ ഒരു വഴിയേ ഉള്ളൂ. അതെന്താ സർ? ഒന്നുകിൽ നിങ്ങൾ ആ വീട് വിറ്റ് പണം തിരിച്ചടക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രോപ്പർട്ടി ബാങ്കിന് സറണ്ടർ ചെയ്യണം. ബാങ്ക് അതിനെ ലേലത്തിൽ വിറ്റിട്ട് പണം ഈടാക്കും. ബാക്കി പണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരികയും ചെയ്യും. സുധിയെ കൊണ്ട് ഇനി ആ ലോൺ അടയ്ക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളാണോ സർ തീരുമാനിക്കുന്നത്? മോളെ, സർ, ബാങ്കുകാർക്ക് മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും കുറച്ചുകൂടി മര്യാദ കാണിക്കാം. ആ ലോൺ എടുത്തിട്ട് 1 മാസം പോലും ആയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആ വീട്ടിലേക്ക് മാറി താമസിക്കാൻ വാങ്ങിയതാ. അതിനിടയില സുധേട്ടന് അപകടം പറ്റിയത്. ആ വീട് ബാങ്കിന് തിരിച്ചു തന്ന ഈ പ്രശ്നമെല്ലാം തീരൂ സർ? ഇല്ലമ്മേ, ആ വീട് ബാങ്കിന് തിരിച്ചു കൊടുക്കാൻ പാടില്ല. സുധേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ വീട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തിരിച്ചടയ്ക്കാനുള്ള വഴി കൂടി കാണണ്ടേ? ബാങ്കിന് പണം തിരിച്ചു കിട്ടിയാ പോരെ, അല്ലാതെ തിരിച്ചടയ്ക്കാനുള്ള വഴി അറിയേണ്ട കാര്യമുണ്ടോ? അതെ, ഞങ്ങൾക്കത് മതി. ഇപ്പൊ നിങ്ങൾ തിരിച്ചു പോണം സർ. ലോണിന്റെ തവണ അടയ്ക്കേണ്ട ദിവസം പണം ബാങ്കിൽ എത്തിയിരിക്കും. അടുത്ത 8-ാം തീയതിയാണ് ലോൺ അടയ്ക്കേണ്ടത്. 8-ാം തീയതിക്ക് ഇനിയും ഒരാഴ്ച കൂടി ബാക്കിയുണ്ടല്ലോ സർ. നിങ്ങൾക്കങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല. തവണകൾ കൃത്യമായിട്ട് അടച്ചാൽ മതി. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി സർ. മോളെ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? തവണ അടയ്ക്കുന്നത് മുടങ്ങിയ അവര് വീണ്ടും വരില്ലേ? വരും. പക്ഷെ ലോൺ തവണ മുടങ്ങില്ലമ്മേ. എങ്ങനെയെങ്കിലും നമ്മളത് അടയ്ക്കും. ഈ അവസ്ഥയില് എങ്ങനെയാ മോളെ? അവൻ ജോലിക്ക് പോവാൻ തന്നെ എത്ര നാള് കഴിയും? ഞാനില്ലേ അമ്മേ? അത് വേറൊരു വീടല്ല അമ്മേ, സുധേട്ടന്റെ സ്വപ്ന. അത് കൈവിട്ട് കളയാൻ ഞാൻ സമ്മതിക്കില്ല. സുധേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോ ആ വീട് കൈവിട്ട് പോയെന്നറിഞ്ഞ ഏട്ടനത് വലിയ വിഷമാവും. അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊണ്ട് അതിന് സാധിക്കും മോളെ? സാധിക്കും. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ വീട് ഞാൻ സംരക്ഷിക്കും. ഡോക്ടർ, എന്താ? ഈ ഓപ്പറേഷൻ കൂടി കഴിഞ്ഞാ സുധിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? അത് ഓപ്പറേഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. ആദ്യം ഓപ്പറേഷൻ കഴിയട്ടെ.
അവന്റെ ജീവന് ഒരു ആപത്തും വരില്ലല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ നിരഞ്ജൻ സാർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഉവ്വ്. എന്നാലും അറിയാനുള്ള ആകാംക്ഷയോട് ചോദിച്ചു എന്നല്ലോ. അയാളുടെ കഴുത്തിന് പിന്നിൽ നല്ലതുപോലെ പരിക്കേറ്റിട്ടുണ്ട്. അത് പക്ഷേ ഈ അപകടത്തിൽ പറ്റിയതല്ലെന്ന് നിരഞ്ജൻ സാർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അതെ, ഡോക്ടർ അങ്ങനെ ഒരു സംശയം ചോദിച്ചിരുന്നു. അത് സംശയമല്ല, സത്യമാണ്. ആ ഇഞ്ചറി കുറച്ച് ക്രിട്ടിക്കലാണ്. സർജറി കഴിഞ്ഞാലും പേഷ്യന്റിന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ജീവൻ തിരിച്ചു കിട്ടിയാലും അയാൾക്ക് ചിലപ്പോ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ജീവിതകാലം മുഴുവൻ ചിലപ്പോ കിടക്കയിൽ തന്നെ കഴിയേണ്ടി വരും. ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടുന്നില്ല, അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. മരിച്ചു പോകുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചവർ എഴുന്നേറ്റ് നടന്നു പോയിട്ടുമുണ്ട്. പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവും. വയസ്സുകാലത്ത് ഈ അപ്പച്ചിക്ക് എന്തിനാ ഈ സ്വത്തൊക്കെ? അതുകൊണ്ട് അതെല്ലാം മോൾ അങ്ങ് എടുത്തു. അപ്പച്ചി വിഷമിക്കണ്ട. എത്ര പ്രഷർ കൊടുത്തിട്ടായാലും ഡാഡിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രോപ്പർട്ടീസ് മുഴുവൻ എഴുതി വാങ്ങിയിരിക്കും. ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിച്ചു എന്നുള്ളൊരു തെറ്റു മാത്രമേ ഈ അപ്പച്ചി ചെയ്തിട്ടുള്ളൂ. അപ്പച്ചിയുടെ പണ്ടത്തെ ഒളിച്ചോട്ട കഥയൊക്കെ എനിക്കറിയാം. യു ആർ വെരി ലക്കി. ഈ കാലത്ത് എനിക്ക് കഴിയാത്തത് പണ്ടേ പ്രൂവ് ചെയ്ത ആളല്ലേ അപ്പച്ചി. പക്ഷേ ഞാൻ അനുഭവിച്ച അപമാനവും സങ്കടവും നിനക്കറിയില്ലല്ലോ. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പോഴും ഈ അപ്പച്ചിയുടെ നെഞ്ച് പെടയാ. പിന്നെ മോളെ കാണുമ്പോഴാ ആകെ ഒരു സന്തോഷം. ഈ അപ്പച്ചിക്ക് പറ്റിയ അബദ്ധം മോക്ക് പറ്റരുത്. അതുകൊണ്ട് വേണ്ടതൊക്കെ ചെയ്തിട്ട് തന്നെയാ അപ്പച്ചി ഇപ്പൊ ഈ കാര്യം നിന്നോട് പറയുന്നത്. എന്താ ഇത്? ഇതാണ് നിന്റെ തുറുപ്പ് ചീട്ട്. സ്വത്തുക്കളൊന്നും അവന് വേണ്ട എന്ന് എഴുതി വാങ്ങാനുള്ള ഡോക്യുമെന്റ്. അവന്റെ കയ്യിൽ നിന്ന് ഇതങ്ങ് ഒപ്പിട്ട് മേടിച്ച പിന്നെ അവനെ ചവിട്ടി പുറത്താക്കാൻ നിനക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അപ്പച്ചി ധൈര്യമായിട്ടിരിക്കെ. നമ്മള് വിചാരിച്ചത് നമ്മൾ നടത്തും. ഈ ഡോക്യുമെന്റില് അയാളെ കൊണ്ട് ഞാൻ ഒപ്പിടിയിച്ചിരിക്കും. ഡോക്ടർ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? ഇന്നലെ സുധീരടുത്തിരുന്ന് ദേവിക എന്താ പറഞ്ഞത്? എന്താ ഡോക്ടർ, എന്തേലും കുഴപ്പമായോ? ഇല്ല, അത് പോസിറ്റീവായിട്ടാ വന്നത്. സുധി ദേവികയുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. സുധിയിൽ ചെറിയ ചില ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാ. ഇന്നലെ കുട്ടി ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് പോയ ശേഷമാ ഇങ്ങനെ ഉണ്ടായത്. ദേവിക, ഇന്നലെ പറഞ്ഞതൊക്കെ ഇവിടെ ഇരുന്ന് ഒന്നുകൂടി ആവർത്തിക്കാമോ? സുധി എല്ലാം കേൾക്കുന്നുണ്ട്. ഐ എം ഷുവർ. ചെയ്യാം ഡോക്ടർ, ഞാൻ ചെയ്യാം. സിസ്റ്റർ, ഇവിടെ സിസ്റ്റർ മാത്രം മതി. എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ എന്നെ ഉടൻ വിവരം അറിയിക്കണം. ഓക്കെ ഡോക്ടർ. സുധേട്ടാ, ഡോക്ടർ പറഞ്ഞതൊക്കെ സത്യ? ഞാൻ പറഞ്ഞതൊക്കെ സുധേട്ടൻ കേട്ടോ? സുധേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നില്ലേ ആ വീട്? സുധേട്ടന് വേണ്ടി
ഞാനത് കാത്തു സൂക്ഷിക്കും. ആ പിന്നെ സുധേട്ടാ, രാവിലെ ബാങ്കിൽ നിന്ന് ആള് വന്നായിരുന്നു. അയാള് പറയുക സുധേട്ടനെ കൊണ്ട് ഇനി ലോൺ അടയ്ക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് വീട് വെച്ചിട്ട് ബാങ്കിൽ പണം അടയ്ക്കണം പോലും. അതല്ലെങ്കിൽ ബാങ്കിന് സറണ്ടർ ചെയ്യണമെന്ന്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ട വീടല്ലേ അത്. ഒരു ബാങ്കുകാർക്ക് ഞാനത് വിട്ടുകൊടുക്കില്ല. ആ അടുത്ത 8-ാം തീയതിയാ പണം അടയ്ക്കേണ്ടത്. സുധേട്ടൻ വിഷമിക്കണ്ട കേട്ടോ. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാനത് അടച്ചോളാം. സുധേട്ടാ, സുധേട്ടനെ തിരിച്ചു തരണമെന്ന് ഞാൻ മൂകാംബിക അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സുധേട്ടാ, അസുഖം ഭേദമായ ശേഷം നമുക്കൊരുമിച്ച് മൂകാംബികയിൽ പോവാം. സൗപർണികയിൽ കുളിച്ച് നമുക്ക് അമ്മയെ തൊഴണം. മൂകാംബിക അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാ. സുധേട്ടനെ കൊണ്ട് മൂകാംബിക ചെന്ന് അമ്മയുടെ കാൽക്കൽ സാഷ്ടാംഗ പ്രണാമം നടത്താന്ന്. നമുക്കൊരുമിച്ച് അമ്മയുടെ തേര് വലിക്കണം. ഞാൻ നേർന്നിട്ടുണ്ട് സുധേട്ടാ. നമുക്ക് പോണം, മൂകാംബികയിൽ പോണം. കുടജാത്രയിലേക്കുള്ള യാത്രയായിരിക്കണം നമ്മുടെ ഹണിമൂൺ യാത്ര. സുധേട്ടാ, സുധേട്ടന്റെ കൈപിടിച്ച് എനിക്ക് ആ മലമുകളിലൊക്കെ നടക്കണം. ചിത്രകൂടത്തിൽ പോണം. മേഘങ്ങളെ തൊട്ട് തലോടി നിൽക്കുന്ന കുടജാത്രയുടെ മുകളില് സുധേട്ടന്റെ തോളിൽ ചേർന്ന് നിൽക്കണം. സുധേട്ടാ, അവിടെങ്ങും ആളില്ല. ചിലപ്പോ ആശുപത്രിയിലേക്ക് തന്നെ തിരിച്ചു പോയി കാണും. അങ്ങനെയാണെങ്കിൽ ഫോൺ വിളിച്ചെടുക്കത്തെന്താ? അച്ഛനായിരിക്കും. നിങ്ങൾ ഇവിടേക്ക് വരുന്നത് കണ്ട് വന്നതാ മോളെ. സുധിക്ക് എങ്ങനെയുണ്ട്? ഉടനെ ഡിസ്ചാർജ് ചെയ്യോ? ഇല്ല സുമേച്ചി, കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും. അച്ഛാ, ഇത് സുമേച്ചി, തൊട്ടടുത്ത വീട്ടിലെയാ. നമസ്കാരം. സുമേച്ചി, അച്ഛനെ എവിടെങ്ങാനും കണ്ടായിരുന്നോ? ഇല്ലല്ലോ മോളെ. അച്ഛൻ ഇന്നലെ ആശുപത്രിയിലില്ലായിരുന്നോ? സുമാരൻ ഇന്നലെ കുറച്ചു നേരത്തെ ആശുപത്രിയിൽ നിന്ന് പോന്നതാ. ഇതുവരെ തിരിച്ചു വരാത്തോണ്ടാ ഞങ്ങൾ അന്വേഷിച്ചു വന്നേ. സുകുമാരേട്ടന്റെ കാര്യമല്ലേ, വരുന്നതും പോകുന്നതൊന്നും ആരും അറിയത്തില്ല. ചിലപ്പോ രാവിലെ തന്നെ തിരിച്ച് ആശുപത്രിയിൽ പോയി കാണും. എന്നാ പോട്ടെ മോളെ. ശരി. ആശ്രയി പറഞ്ഞാ മോളെ ശരി. സുമാരൻ ആശുപത്രിയിലേക്ക് തന്നെ പോയി കാണും. ഞാനെന്ന് വിളിച്ചു നോക്കാം. ആ ഫോട്ടോ അച്ഛൻ എന്തിനായിരിക്കും സോഫയിൽ കൊണ്ടുവച്ചത്? അച്ഛന്റെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണല്ലോ. ആശുപത്രിയിലേക്കാ പോയെങ്കിൽ പിന്നെ അച്ഛനെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മോനെ, മൊബൈൽ ചാർജ് തീർന്ന് ഓഫായി പോയി.
കുറച്ചു നേരത്തേക്ക് ഒന്ന് ചാർജ് ഇട്ട് വെച്ചേക്കുവോ? ഞാനൊന്ന് അമ്പലത്തിൽ കയറിയിട്ട് വരാം. ശരി. എന്റെ മോളുടെ വിധി ഇങ്ങനെയായിപ്പോയല്ലോ ദേവി. ഞാൻ അവളെ എങ്ങനെ സമാധാനിപ്പിക്കും? സുധിയനെ ഒരിക്കലും കിടക്കെഴുത്ത് എഴുന്നേക്കില്ല എന്ന് അവൾ അറിഞ്ഞ അവളിതെങ്ങനെ സഹിക്കും? എന്റെ മോളെ ചേർത്ത് പിടിക്കാനുള്ള ശക്തി നീ എനിക്ക് തരണേ ദേവി. മോളെ കോഫി. അപ്പച്ചി എന്തിനാ കോഫി എടുക്കാൻ പോയത്? ഇതൊക്കെ ഇന്നലെ എടുക്കില്ലേ? ഓ, അതൊന്നും അവൾ എടുത്ത ശരിയാവത്തില്ല മോളെ. ജോലിക്കാരെ അവരുടെ കടമ നിറവേറ്റുന്നു, അത്രേ ഉള്ളൂ. അത് മാത്രല്ല, അപ്പച്ചിയുടെ കൈ കൊണ്ട് ഒരു കാപ്പി ഉണ്ടാക്കി തരുന്ന സന്തോഷം ആ കാപ്പിക്ക് കിട്ടുവോ? അത് അപ്പച്ചി പറഞ്ഞ ശരിയാ. അപ്പച്ചി ഉണ്ടാക്കുന്ന കാപ്പിക്ക് ഒരു പ്രത്യേക രുചിയാ. ദേ, ആരോ വിളിക്കുന്നു മോളെ. അത് ഏതെങ്കിലും സഹായത്തിന് വേണ്ടിയുള്ള ആളുകളായിരിക്കും. പരിചയമില്ലാത്ത നമ്പറാ. ചിലപ്പോ മോക്ക് ഗുണമുള്ള ഏതെങ്കിലും കാര്യത്തിലാണെങ്കിലോ? അല്ല, അങ്ങനെയും സംഭവിക്കാലോ. മോൾ എന്തായാലും ആ ഫോൺ എടുത്തിട്ട് ആരാണെന്ന് നോക്ക്. ഹലോ അക്ഷര, ദയവ് ഇത് നീ ഫോൺ കട്ട് ചെയ്യരുത്. എനിക്ക് നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നേലിൽ എന്നെ വിളിക്കരുത്. ഗെറ്റ് ലോസ്റ്റ്. ആരാ മോളെ? ഒന്നുമില്ല, ഒരു ഫ്രോഡ്. അവൻ കാരണം ഇന്നത്തെ ദിവസത്തെ എന്റെ മൂഡ് മുഴുവൻ പോയി. എന്റെ മോളെ തോപ്പിക്കാൻ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കും. പക്ഷേ അതൊന്നും ഓർത്ത് മോള് ടെൻഷൻ ആവണ്ട. എന്റെ സന്തോഷ സ്വപ്നങ്ങളും എല്ലാം ഇല്ലാതാക്കിയത് അവന്. എന്റെ ലൈഫിൽ നിന്ന് ഞാൻ അവനെ പറിച്ചെറിഞ്ഞതാ. ഇപ്പൊ അവൻ എന്നെ വീണ്ടും കാണണമെന്ന്. അവന് ഞാൻ കാണാൻ പോണോന്ന്. ഇഡിയറ്റ്. മോളതൊന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട. അപ്പച്ചി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. മോള് വാ. ഞാൻ വരാം. അപ്പച്ചി പോയിക്കോ. അതറിഞ്ഞിട്ടാണോ നീ ഇവളെ ശിക്ഷിച്ചത്? അതോ എന്നോടുള്ള വാശി തീർക്കാനോ? എങ്ങനെ കരുതിയാലും എനിക്കൊന്നുമില്ല. ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ വളർച്ചയിലും പഠനത്തിലും ഒക്കെ അവളുടെ അമ്മയ്ക്ക് നിർണായകമായ പങ്കുണ്ട്. ആൽഫബറ്റ്സ് അവൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് അതിൻ്റെതായ കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അമ്മയാ. പക്ഷേ നീ ഇതുവരെ നിന്റെ മകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ആൽഫബറ്റ്സ് തിരിച്ചെഴുതുന്നതിന്റെയും മറന്നുപോകുന്നതിന്റെയൊക്കെ കാരണം അവളുടെ ഉള്ളിലുള്ള ഒരു രോഗമാണ്, ഡിസ്ലെക്സിയ. കേട്ടിട്ടുണ്ടോ അങ്ങനൊരു രോഗത്തെക്കുറിച്ച്? ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു, ഇപ്പൊ കേട്ടു. പക്ഷേ ഇനി അധികം കേൾക്കണമെന്നില്ല. സ്വന്തം മകളുടെ ജീവിതം കൊണ്ടുപോയി എറിഞ്ഞുടച്ചത് നിങ്ങളാ. എന്നെ അതിന് കൂട്ടുപിടിക്കണ്ട. ഇവൾക്ക് എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി. നിങ്ങൾ മാത്രം. സോറി അച്ഛാ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലപ്പോ പറ്റുന്നില്ല. സാരമില്ല മോളെ, അടുത്ത തവണ എഴുതുമ്പോ ശരിയാക്കിയാ മതി. ഞാൻ ശരിയാക്കാം അച്ഛാ.
ഓക്കെ, അത് മതി. അച്ഛനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. മോള് പേടിക്കണ്ട, ഇനി ആരും മോളെ ഒന്നും ചെയ്യാൻ വരില്ല. ശരി അച്ഛാ. അച്ഛൻ പോയിട്ട് വരട്ടെ. ആ, ടാറ്റാ. സുധിയേട്ടാ, എന്തൊരവസ്ഥയാ നമ്മുടേത്. ഓർക്കുമ്പോ എനിക്ക് കരയണോ ചിരിക്കണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പായി, ഒരു ശക്തിക്കും സുധിയേട്ടനെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളെ തമ്മിൽ പിരിക്കാൻ നോക്കുന്നത് ഏത് വിധിയായാലും ആ വിധി തോറ്റുപോകത്തേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഈ കൈ പിടിച്ച് ഞാൻ നടക്കും. ഓരോ നിമിഷവും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ വൈകിട്ട് ഇവിടുന്ന് പോയതാ അച്ഛൻ. ഏതൊക്കെയോ ക്ഷേത്രങ്ങളില് രൂപമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ദൈവങ്ങളുടെ മുമ്പിലും സുധിയേട്ടന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ എന്റെ അച്ഛൻ. വരും, കുറച്ച് കഴിയുമ്പോ വരും മരുമകനെ കാണാൻ. സുധിയേട്ടാ, 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 കണ്ണു തുറക്ക് സുധിയേട്ടാ. സുധിയേട്ടാ, സുധിയേട്ടാ, സിസ്റ്റർ, സിസ്റ്റർ, സുധിയേട്ടാ, സുധിയേട്ടാ, സുധിയേട്ടാ. സിസ്റ്ററെ, വേഗം നിരഞ്ജ സാറിനെ വിളിക്ക. സുധിയേട്ടാ, സുധിയേട്ടാ, കണ്ണു തുറക്കൂ. സുധി, സുധിയേട്ടാ. സുധിയേട്ടാ, സുധി, ഞാൻ പറയുന്ന കേൾക്കാമോ? കരല്ലേ സുധിയേട്ടാ, ഞാനുണ്ട് ഇവിടെ, ഞാനുണ്ട്. ഓ മൈ ഗോഡ്, താങ്ക് യു വെരി മച്ച്. സുധി, അറിയോ? ഓക്കെ, ഈ നിൽക്കുന്ന ആരാണെന്ന് സുധിക്ക് മനസ്സിലായോ? ഇനിയൊന്നും പേടിക്കാനില്ല. എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. റോസ്മേരി, ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ കണ്ടാ അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കണം. ആ, സുധിക്ക് അച്ഛനെ അമ്മയെ കാണണം. അച്ഛൻ പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, സിസ്റ്റർ വിളിച്ചോളൂ പ്ലീസ്. അതെ, ഒന്ന് അകത്തേക്ക് വരുമോ? എന്തു പറ്റി സിസ്റ്ററെ? ഏയ്, പേടിക്കാനൊന്നുമില്ല. ഒന്ന് കാണുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. വരൂ. വിഷമിക്കണ്ട, എല്ലാം ഓക്കെ ആവും. ആ,
നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവൾ ഒരു എണ്ണമില്ലാത്തവള് തന്നെയാ. ഒന്ന് മിണ്ടാതിരിക്കമ്മേ, അവള് കേക്കും. എടി കേക്കട്ടടി, ഞാനതിന് ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മേ, എല്ലാ മനുഷ്യരും ജാതകത്തിൽ നല്ലതും ചീത്തയും ഉണ്ട്. അമ്മയുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്റെ എത്രാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചത് അത് അമ്മയുടെ കുറ്റം കൊണ്ടായിരുന്നു. അമ്മയുടെ അച്ഛന്റെ ജാതകം തമ്മിൽ പൊരുത്തല്ല ഉത്തമമായിരുന്നല്ലോ. എന്നിട്ട് അച്ഛനും അമ്മയും കൂടെ എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു. ജനിക്കുന്ന മരിക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നെങ്കിലേ എത്ര നല്ലതായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും അമ്മ ദേവിയെ കുറ്റം പറയല്ലേ. നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നുകൊണ്ട് അവക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഓ, നമുക്ക് പിന്നെ എല്ലാ ലാഭമാണല്ലോ ഉണ്ടായത്. വയസ്സുകാലത്ത് തൊന്തയും തള്ളയെ നോക്കേണ്ട ഒരുവൻ വീണു പോയിട്ടും നിങ്ങൾക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തു പറയാനാ? അത് അവിടെ കുറ്റം കൊണ്ടാണോ അമ്മേ? സത്യം എന്താണെന്ന് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ? അയ്യോ, എനിക്കെല്ലാം അറിയാം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ, അവളെ ഇനി ഇവിടെ നിർത്തിയാ ഇനിയും കുഴപ്പങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ എന്റെ ദൈവമേ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ രണ്ടാളോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. അമ്മ പറഞ്ഞൊന്ന് മനസ്സിൽ വെച്ചേക്കരുത്. ദേവിക മോളാകെ തകർന്നിരിക്കുക. അവിടെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പം നമ്മളെ ഉള്ളൂ. സാധാരണ ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്ന ദുഃഖമല്ല അവൾ അനുഭവിക്കുന്നത്. അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് നമ്മളാ. അത് മറക്കണ്ട. വീടെത്തി. എന്റെ ഏട്ടൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയ വീടാ ഇത്. ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഏട്ടന് സാധിക്കുമെന്ന് അറിയില്ല. എന്താ നോക്കുന്നേ? നിന്റെ നാക്കൊന്ന് നീട്ടിയേ. എന്തിനാ? കരുനാക്കാന്നോ നോക്കാനാ. ഒന്ന് പോവിടുന്ന്. നീ പറഞ്ഞത് ചിലപ്പോ സംഭവിച്ചേക്കാം. നിന്റെ ഏട്ടനും ഏട്ടത്തേക്കും ചിലപ്പോ ഈ വീട്ടിൽ ജീവിക്കാൻ സാധിച്ചെന്ന് വരില്ല. നമുക്ക് ചിലപ്പോ സാധിക്കും. അതെങ്ങനെ? നിന്റെ ഏട്ടത്തി ബാങ്കുകാർക്ക് വാക്ക് കൊടുത്ത പോലെ ഇതിന്റെ ലോൺ അടയ്ക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. അങ്ങനെ വന്ന ബാങ്ക് ഈ വീട് ലേലത്തിന് വെക്കും. ആ സമയത്ത് ഞാൻ ഈ വീട് ലേലത്തിൽ പിടിക്കും, നിനക്ക് വേണ്ടി. നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ താമസിക്കും. ചിലപ്പോ നമ്മുടെ ആദ്യ രാത്രിയും ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇതൊക്കെ സാധിക്കോ ശരത്തേട്ടാ? എനിക്കെന്തോ ഇതൊക്കെ കേട്ടിട്ടൊരു വിശ്വാസം വരുന്നില്ല. നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. എന്നാ ഇതും വിശ്വസിക്കണം. ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാം സംഭവിച്ചാൽ ഈ വീട് ഞാൻ വാങ്ങുന്നത് നിന്റെ പേരിലായിരിക്കും. നിനക്കുള്ള എന്റെ സമ്മാനം. ആ ഡോക്ടറെ വിടില്ല. ആ ഡോക്ടറെ എന്റെ ഭാര്യയെ. എന്താ സിസ്റ്ററെ, എന്താ പ്രശ്നം? ഗുഡ്. മോളെ ജ്യൂസ്. മോളുടെ ജ്യൂസ് വന്നല്ലോ. എനിക്ക് ജ്യൂസ് വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെ മോളെ? കുടിക്ക.
എന്താ റോസ്മേരി? സർ, എത്രയും പെട്ടെന്ന് വരണം. ഇവിടെ ആകെ പ്രോബ്ലം ആണ്. എന്ത് പ്രോബ്ലം? സർ, ഡോക്ടർ സുനിതയെ ഒരു സംഘം ആളുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തിന്? സർ, ഒന്ന് വേഗം വന്നേ പറ്റൂ. ഞാനിതാ വരുന്നു. ഓക്കെ സർ. സ്വാമി, മോള് നോക്കൂ, എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ശരി. ഇതെന്തു പറ്റി? നിങ്ങളുടെ സാറ് റോക്കറ്റിന് തീ പിടിച്ച പോലെയാണല്ലോ പോയത്. നീ എന്താ കളിയാക്കണം? അനാവശ്യം പറയില്ലേ സ്വാമി. ഇങ്ങനെ വെപ്രാളത്തോടെ എടുത്തു ചാടി പോകുന്ന കണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ആ ഫോൺ വന്നപ്പോഴാണല്ലോ ഡോക്ടർ വെപ്രാളത്തോടെ പോയത്. എന്താ സ്വാമി, ആരെങ്കിലും മരിച്ചോ? നിന്റെ കരിനാക്കെടുത്തൊന്ന് വളയ്ക്കാതെ.